അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കുറച്ച് എന്റെ ലൈഫ് വെച്ചിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കുക, മൂവിക്ക് പോവുക, പർച്ചേസിന് പോവുക, ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇപ്പൊ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് അത്യാവശ്യം വ്യൂസ് കിട്ടുക, അതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നുമല്ല സന്തോഷം എന്നെ മനസ്സിലാക്കി തന്ന കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ലൈഫിൽ. എനിക്ക് 2.5 വയസ്സുള്ള ഒരു മോളുണ്ട് കേട്ടോ. അപ്പൊ അവൾക്ക് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായിട്ട് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പനി വന്നിട്ട് അവൾക്ക് കഫക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവൾക്ക് ഇഞ്ചക്ഷൻ അടിക്കണമായിരുന്നു കയ്യിൽ. അപ്പൊ അവള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുഡ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ നമുക്ക് കാനലൈസേഷൻ ചെയ്യാന്ന് പറയും. അപ്പൊ കുട്ടിയുടെ ആദ്യത്തെ കയ്യിൽ നമ്മൾ കുത്തിയിട്ട് ആദ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെയോ കുറച്ച് ബ്ലഡ് അവർ എടുത്തു. പിന്നെ കാനലൈസേഷൻ ചെയ്യാൻ കിട്ടുന്നില്ല, നരമ്പ് കിട്ടുന്നില്ല അവൾക്ക്. എന്നിട്ട് ഇപ്പുറത്തെ കൈക്ക് മാറ്റിയിട്ട് കുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ കയ്യിലും ഒരു 3-4 തവണ ഒരു കുത്തി, പക്ഷെ അവർക്ക് വെയിൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വിളിക്കാത്ത ദൈവങ്ങളെ ഇല്ല, അയ്യോ ദൈവമേ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ കുറേ കരഞ്ഞിട്ട് ഇതായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അതിലെനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടായ ഒരു സമയം, ഞാൻ നേഴ്സിനോട് ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ നേഴ്സ് അവിടെ നിന്ന് ഇങ്ങനെ കയ്യിൽ കുത്തുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ആ ചേച്ചിയുടെ റിപ്ലൈ കിട്ടി. ആ സമയത്തുണ്ടായി എന്റെ സന്തോഷം. അപ്പൊ എനിക്ക് തോന്നി വേറെ ഒന്നുമല്ല, എന്റെ കുട്ടിയുടെ നരമ്പ് കിട്ടിയല്ലോ, ഇഞ്ചക്ഷൻ അടിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് പല കാര്യങ്ങളാണ്, അതാണ് സന്തോഷം തരുന്നത്, ഇതാണ് സന്തോഷം തരുന്നതൊക്കെ. ഒരു അമ്മ എന്ന നിലയിൽ അന്ന് എനിക്ക് സന്തോഷം നൽകിയത് അവൾക്ക് ഇഞ്ചക്ഷൻ അടിക്കാനുള്ള നരമ്പ് കിട്ടിയല്ലോ, ഇനി അതിന് മേലെ വേറെ ഒന്നുമില്ല, അവൾ അസുഖം അങ്ങനെയെങ്കിലും മാറി കിട്ടുമല്ലോ എന്നുള്ള രീതിയായിരുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ കുറെ അമ്മമാര് പോയിണ്ടാവും കേട്ടോ. കാരണം ഈ ചെറിയ കുട്ടികൾക്ക് കാനലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. കുട്ടികളെ കരച്ചിലും കൺട്രോൾ ചെയ്യാൻ പറ്റായിരിക്കും ഒക്കെ. ആ സമയത്ത് നമുക്ക് നരമ്പ് കിട്ടില്ല പറയുമ്പോൾ 3-4 വട്ടം കുത്തെടുക്കുക പറയുമ്പോൾ അവരനുഭവിക്കുന്ന വേദന, അതിന്റെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന വേദന, ആ സമയത്തൊക്കെ നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് അത് കിട്ടിയില്ലോ, നരമ്പ് കിട്ടുക എന്നുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. നമ്മളിപ്പോ എന്ത് വാങ്ങിയിട്ടും എന്തുണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അന്നത്തോടെ നമുക്ക് മനസ്സിലാവും വേറെ ഒന്നുമല്ല, അസുഖങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സേഫ് ആയിട്ട് കുട്ടികൾ ഇരിക്കണേ എന്ന് മാത്രമായിട്ട് നമുക്ക് തോന്നും.